Hi guys! നമ്മുടെ യൂട്യൂബിനകത്ത് വൈറലായിട്ട് പോയിരുന്ന ഒരു പാക്കാണ് റൈസ് ക്രീം കേട്ടോ. നമ്മുടെ ജാപ്പനീസിൻ്റെ സ്കിൻ വൈറ്റനിങ് റൈസ് മാസ്ക് അല്ലെങ്കിൽ റൈസ് ക്രീമൊക്കെ. ഇത് ജാപ്പനീസുകാരുടെയും കൊറിയൻസുകാരുടെയും വീക്ക്നെസ് ആണെന്നുള്ളത് മിക്ക ആൾക്കാർക്കും അറിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കാം, ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണ്, ഇത് ഉപയോഗിച്ച് എന്തോരം റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നതെന്നുള്ളത് മിക്ക ആൾക്കാരും യൂട്യൂബ് കാണുന്ന മിക്ക ആൾക്കാർക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു ക്രീമാണ് ചെയ്ത് കാണിക്കുന്നത്. പക്ഷേ ഇതെനിക്കൊരു കൊറിയൻസിൽ നിന്ന് കിട്ടിയിട്ടുള്ള ടിപ്പാണ് കേട്ടോ. ഒരു കൊറിയൻകാരിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള ടിപ്പാണ്. അവർ ഈ രീതിക്കാണ് ഈ ഒരു റൈസ് മാസ്ക് ഉണ്ടാക്കുന്നത്. നമ്മൾ ഇത്രയും നാൾ യൂട്യൂബിനകത്ത് പലതരത്തിലുള്ള വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അവർ പറഞ്ഞ മെത്തേഡിലാണ് കേട്ടോ. അവർ ഈ രീതിക്കാണ് അവർ അവൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പ്രകാരമാണ് നമ്മളിവിടെ വീഡിയോ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്നും പറയുന്ന പോലെ തന്നെ റൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എടുക്കേണ്ടത് പച്ചരി തന്നെയാണ് കേട്ടോ. പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് 1-2 പിടി എടുത്ത് കുതിർത്തിട്ട് നമ്മളതങ്ങ് മിക്സി ബൗളിനകത്തിട്ട് അരച്ച് മഷി പോലെ ആക്കി കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് കുതിർക്കാൻ വെച്ചിട്ടുള്ള വെള്ളം വേണമെങ്കിൽ അല്പം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആവശ്യപ്രകാരം മാത്രം അതിനകത്തേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളത് ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് സ്ക്വീസ് ചെയ്തിട്ട് അതങ്ങ് എടുത്ത് കൊണ്ടുവരികയാണ്. ആ ഒരു റൈസിൻ്റെ എക്സ്ട്രാക്ട് നമ്മൾ കൊണ്ടുവരികയാണ്. എന്നിട്ട് നോർമലി നമ്മളിതങ്ങ് ചൂടാക്കിയിട്ട് കുറുക്കിയെടുത്ത് കൊണ്ടുവരാറാണ് പതിവ്. ഇതിനകത്തേക്ക് നമുക്ക് വൈറ്റമിൻ ഇ ഓയിൽ ചേർത്തിട്ടും അതുപോലെ തന്നെ ആലോവേറ ജെല്ല് ചേർത്തിട്ടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ നമ്മുടെ യൂട്യൂബിനകത്തും ഇതുപോലെയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവർ ചെയ്യുന്ന മെത്തേഡ് തന്നെ വേറെയാണ്. അവർക്ക് സ്കിൻ വൈറ്റനിങ് മാത്രമല്ല, അവർക്ക് ഏജ് ആവും തോറും ഉണ്ടാവുന്ന വ്രിങ്കിൾസ് അടക്കം ഇത് ഉപയോഗിച്ചിട്ടെങ്കിൽ നല്ല രീതിക്ക് റെഡ്യൂസ് ആവുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ രീതിക്കുള്ള ഒരു കാര്യമാണ് അവർ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. കാര്യം ഞാൻ വഴിയെ പറയാട്ടോ അതിനകത്ത് എന്താ ആഡ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആദ്യം ഈ പറഞ്ഞ പോലെ സ്ക്വീസ് ചെയ്തിട്ട് ആ ഒരു വേണ്ടത്ര വെള്ളം ചേർക്കുക. ഒത്തിരി വെള്ളമായിട്ട് ഒരുപാടൊന്നും നിങ്ങൾ ഉണ്ടാക്കി വെക്കേണ്ട. ഒരു 1 വീക്കിനുള്ളത് മാത്രമേ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. കാരണം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ഇത് വീണ്ടും ഒന്നും കൂടി കട്ടിയായി പോകും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ലൂസ് വേണമെങ്കിൽ ലൂസായിട്ട് ചെയ്യാം, അതല്ല തിക്കായിട്ട് വേണമെങ്കിൽ തിക്കായിട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ചൂടാക്കി അത് കുറുക്കി കൊണ്ടുവന്നതിന് ശേഷം ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്ന ആളെന്ന് പറയുന്നത് ഷിയ ബട്ടറാണ് കേട്ടോ. ഷിയ ബട്ടർ അൺറീഫൈൻഡ് ആയിട്ടുള്ള ഷിയ ബട്ടറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഇതിനകത്തേക്ക് ഈ കാണുന്ന അളവിൽ ഒരു ചെറിയ സ്പൂണൊക്കെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നമ്മുടെ ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ വേണം ചേർക്കാൻ. കാരണം ഈ ഒരു ഷിയ ബട്ടർ നമുക്ക് മെൽട്ടായിട്ട് കിട്ടണം. അതുകൊണ്ട് നമ്മുടെ ആ ഒരു കൂട്ട് നല്ല ചൂടായിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ഷിയ ബട്ടർ കൂടി ആഡ് ചെയ്തിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ നല്ല ക്രീമി കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇത് വേണം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, ഈ രീതിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് റൈസിൻ്റെ ആ ഒരു സ്കിൻ വൈറ്റനിങ് നമുക്ക് കിട്ടുന്നത്. റൈസ് അറിയാമല്ലോ, നമുക്ക് സ്കിൻ വൈറ്റനിങ് നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു കളർ ചേഞ്ച് കൂട്ടാനായിട്ടും അതുപോലെ പാടൊക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കാനായിട്ടും അടിപൊളിയായിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഈ ഒരു റൈസ്. അതും നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ പച്ചരി കേട്ടോ. അത് പ്രത്യേകം എടുത്തു പറയാനുള്ളതാണ്. പച്ചരി ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ റിസൾട്ട് ഉണ്ടാവുക. മറ്റരി ഉപയോഗിക്കുമ്പോൾ ഇല്ലയെന്നല്ല, ഉണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് പച്ചരി ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മളിത് ഈ ഒരു ഷിയ ബട്ടർ കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത്, ഷിയ ബട്ടർ അറിയാമല്ലോ നമുക്ക് നല്ലൊരു ഓയിൽ കണ്ടൻറ്റ് അതുപോലെ നല്ലൊരു മോയ്സ്ചറായിട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതിനകത്ത് കൊമഡോജനിക് റേറ്റ് 0 ആണ് കേട്ടോ. 0 എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിലത്തെ പോഴ്സ് ക്ലോഗ് ചെയ്യത്തില്ല. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, ചില ആൾക്കാർക്ക് എണ്ണ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പിമ്പിൾസ് വരും. അപ്പോൾ ഈ ഒരു ഷിയ ബട്ടർ ഉപയോഗിക്കുന്ന ആ പ്രശ്നം വരത്തില്ല കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതങ്ങ് അപ്ലൈ ചെയ്യണം. സ്റ്റോർ ചെയ്യുന്ന ഈ പറഞ്ഞ പോലെ 1 വീക്ക് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പുതുതുണ്ടാക്കിയിട്ട് വേണം യൂസ് ആക്കാനായിട്ട്. അപ്പോൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് നല്ല കട്ട് ചെയ്ത് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു മസാജൊക്കെ കൊടുത്ത് നല്ല കട്ടിക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം മാക്സിമം ഒരു അരമണിക്കൂറെങ്കിലും വെച്ചിരിക്കാനായിട്ട് നോക്കുക കേട്ടോ. നമുക്കിത് വലിയ രീതിക്ക് ഡ്രൈ ഔട്ടൊന്നും ആക്കില്ല. കാരണം ഇതിനകത്ത് നമ്മൾ ഷിയ ബട്ടർ ആഡ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു ഓയിൽ കണ്ടൻറ്റ് ഫീൽ നമുക്ക് ഫേസിലുണ്ടാവും. നമ്മളിത് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കടലമാവ് മുൾട്ടാണി മിട്ടി ഇങ്ങനെയുള്ള പൗഡർ ഉപയോഗിച്ചിട്ടോ നിങ്ങൾക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് വരാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഫേസ് വാഷ് അല്പം കയ്യിലെടുത്തിട്ട് അതിനകത്ത് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഫേസ് വാഷ് ചെയ്യാനായിട്ട് കേട്ടോ. മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് ആയിരിക്കണം, നമുക്ക് ഒരുപാട് ഹാർഷ് ആവാൻ പാടില്ല. അതുകൊണ്ടാണ് വെള്ളം മിക്സ് ചെയ്ത് ഫേസ് വാഷ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഈ രീതിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല രീതിക്ക് റിസൾട്ട് ഉണ്ടാവും. നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് വൈറ്റൻ ചെയ്യുക മാത്രമല്ല, നമുക്കൊരു 20 വയസ്സ് കൂടി കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്.